ഈ വർഷവും കയർ ദിനം ആഘോഷിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കയർ മേഖലയിൽ കനത്ത പ്രതിഷേധം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇന്നേ വരെ കയർ ദിനമായ നവംബർ 5-ന് ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല. കയർ മേഖലയോടുള്ള നിരന്തര അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. 1935 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ആദ്യ കയർ വ്യവസായ സഹകരണ സംഘം കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്തത്. കയർ ദിനമായി നവംബർ 5 തിരഞ്ഞെടുക്കാനും കാരണമിതാണ്. കഴിഞ്ഞ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ കയർ മന്ത്രിയായിരുന്ന G സുധാകരൻ മുൻകൈയെടുത്താണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏറെ നാളത്തെ പഠനങ്ങൾക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും വർഷാവർഷം കയർ ദിനം വിപുലമായി ആചരിച്ചിരുന്നു. 2016-ൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മലയാളി പോലും കയർ ദിനം മറന്നു. സർക്കാർ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു. പിണറായി ഗവൺമെന്റിന്റെ ഈ രണ്ട് ഘട്ടത്തിലും കയർ ദിനവും കയർ കേരളയും മറന്നുകൊണ്ട് കയർ മേഖലയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതാപമെന്ന് പറയുന്നത് കയറിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ ആ ചരിത്രത്തെ മറികടന്നുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെയും ആ മേഖലയിൽ തൊഴിലെടുപ്പിക്കുന്ന ചെറുകിടക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയർ ദിനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മേഖലയിലെ പ്രതിസന്ധികൾ കൂടി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു തൊഴിലാളികളുടെ പ്രതീക്ഷ. എല്ലാ വർഷവും ആലപ്പുഴയിൽ നടന്നു വന്നിരുന്ന കയർ കേരള അന്താരാഷ്ട്ര മേളയും മുടങ്ങിയിട്ട് വർഷങ്ങളായി. അവസാനമായി മേള നടന്നത് 2019-ൽ. അന്ന് 399 കോടി രൂപയുടെ ഓർഡറുകളാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് കയർ ഉൽപ്പന്നങ്ങൾ ഓർഡർ ലഭിക്കാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളിൽ പകുതി പേരും തൊഴിലുപേക്ഷിച്ച മറ്റ് ജോലികളിലേക്ക് കടന്നു. അവഗണന അവസാനിപ്പിച്ച് സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ കയർ വ്യവസായം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.